ഹായ് കുട്ടീസ്, നിങ്ങൾ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമയെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഡൈനോസേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഡൈനോസർ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം, വേർഡിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോടാ? ടെറിബിൾ ലിസാർഡ് എന്നാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇംഗ്ലീഷിലുള്ള അർത്ഥം എന്താ പറയുക? ടെറിബിൾ ലിസാർഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ, ഈ ഡൈനോസേഴ്സിനോട് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ പല്ലിനോട് സാമ്യമുണ്ട്. ലിസാർഡ് എന്ന് പറഞ്ഞാൽ പല്ലിയല്ലേ? പല്ലീനെ വലുതാക്കി നോക്കി നോക്കി നിങ്ങൾ കുറച്ച് സിമിലാരിറ്റീസ് കാണുന്നില്ലേ അല്ലേ? നിങ്ങളൊരു ഫോൺ എടുത്തിട്ടേ ക്യാമറ ഓൺ ആക്കിയിട്ടൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്ക് പല്ലിനെ. കുറച്ച് സാമ്യതകളൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അല്ലേ? ബാഹ്യരൂപത്തിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ചില സാമ്യതകൾ കാണുന്നുണ്ടാവും. അപ്പം ടെറിബിൾ ലിസാർഡ് അല്ലേ? ടെറിബിൾ ലിസാർഡ് എന്നാണ് ഡൈനോസർ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. ഈ പദം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് കേട്ടോ, റിച്ചാർഡ് ഓവൻ എന്ന് പറയുന്ന ഒരു പാലിയൻറ്റോളജിസ്റ്റാണ്. ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം മുന്നേ ജീവിച്ചിരുന്ന അല്ലേ? ഈ ഡൈനോസേഴ്സൊക്കെ എത്ര കാലം മുന്നേ ജീവിച്ചിരുന്നത്? ആ കോടിക്കണക്കിന് അല്ലേ, 1000 കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരു ജീവിയാണ് ഡൈനോസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ അവശിഷ്ടങ്ങൾ, അത് എല്ലാവാം, പല്ലാവാം, നഖമാവാം, ഇതൊക്കെ നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് കിട്ടുന്നതിനെയാണ് നമ്മളത് ഒന്നുകിൽ പല്ലോ നഖമോ എല്ലോ പോലത്തെ അവശിഷ്ടങ്ങളെയാണ് നമ്മൾ എന്ത് പറയടാ? ഫോസിലുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫോസിലുകൾ വഴിയാണ് നമുക്ക് ഡൈനോസർ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. ഓക്കെ അല്ലേ? അവിടെ കുറേ ഫോസിലുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ സ്കെലട്ടൺ കൊടുത്തിട്ടില്ല, അസ്ഥികൂടം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡൈനോസേഴ്സിൻ്റെ മ്യൂസിയം എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയാം? ചൈനയിലാണ്. ചൈന ഈസ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഡൈനോസർ മ്യൂസിയം. ഓക്കെ അല്ലേ? ഇതുകൂടാതെ കാനഡയിലും ന്യൂയോർക്കിലൊക്കെ ഇതിൻ്റെ മ്യൂസിയം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഡൈനോസേഴ്സ് ഉണ്ട്. നോക്കടാ, ചിത്രങ്ങൾ നോക്കുക. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഇവിടെ നോക്ക്, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡൈനോസർ ഏതാ? ടൈറാനോസോറസ് റെക്സ്. നോക്കടാ, ടൈറാനോസോറസ് റെക്സ് എന്നാണ് സ്ട്രോങ്ങസ്റ്റ് ഡൈനോസർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ഭാരം എത്രയാടാ? 9 ടൺ ഭാരമാണ് അതിനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? യെസ്, താങ്ക് യു.